അങ്ങനെ എല്ലാം ആയിട്ടുണ്ട്. ഇനി തോരനും കൂടെ ഒന്ന് സെറ്റായാൽ മതി. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തളർന്നു, ഭയങ്കര ചൂടും. ഇനി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പോയിരിക്കണം, ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ചോറ് കഴിക്കും. അപ്പോൾ എല്ലാം ഇന്ന് വെച്ചത് ചീനിയൊക്കെ കുഴച്ചതെന്ന് വെച്ചാൽ ഇവിടെ ക്ലീൻ ചെയ്യാൻ ആളെ നിൽപ്പുണ്ട്. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കണം, നമുക്കും കഴിക്കാം. ഇനി നാളെ ഒരു ദിവസം എനിക്ക് റെസ്റ്റ്. ഇന്നെല്ലാം ഇത്രയൊക്കെ വെച്ചില്ലേ, നാളത്തേക്കും കൂടെ കാണും. പിന്നെ എനിക്ക് റെസ്റ്റ്, ഇനി നാളെ റെസ്റ്റ് എടുക്കണം. ഓക്കെ. ചോറായിട്ടുണ്ട്. ചുമന്ന നെല്ലൂത്തി അരിയുടെ ചോറാണ്. അപ്പം ചോറായിട്ടുണ്ട്. ഇതെൻ്റെ ഫേവററ്റാണ്, മാമ്പഴ പുളിശ്ശേരി. മാമ്പഴ പുളിശ്ശേരി അല്ല, പൈനാപ്പിളും ഏത്തക്കയും കൂടെ ഇട്ട പുളിശ്ശേരി. അടിപൊളിയാണ്. ഇത് മീൻ പൊരിച്ചതും ഉണ്ടെങ്കിൽ അടിപൊളിയാണല്ലേ. പിന്നീട് ഇത് ചാള പുളിമുളക് വെച്ചതാണ്. കാശ്മീരി മുളകിട്ട് പുളിമുളക് വെച്ചതുകൊണ്ടാണ് ഇത്രയും കളർ കിട്ടിയത്. എരിവ് കുറവായിരിക്കും. നല്ല ഫ്രഷ് ചാളയായിരുന്നു. കണ്ടോ? പിന്നെ ചാള തന്നെ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്ത്. ഇവിടെ മിട്ടൂനും ഫ്രൈ ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഇഷ്ടമുള്ളൂ. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി ഫ്രൈ ചെയ്തു. എണ്ണയും ലാഭമുണ്ട്. ഇത് ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഉള്ള തോരനാണ്. നല്ല ടേസ്റ്റാണ്. ബീട്രൂട്ടും ക്യാരറ്റും ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ചീനി കുഴച്ചതുണ്ട്. ചീനി കുഴച്ചതും മീൻകറിയും നല്ല കോമ്പിനേഷനാണ് അല്ലേ. മതി മതി മതി. This is my shop, Mr. Titu bro. With my cycle. അമ്മ ഇന്ന് രാത്രി കഴിക്കാൻ തരികേ? കഴിക്കാൻ മിട്ടൂന് ചോറൊക്കെ ഇരിപ്പുണ്ട്. അമ്മയ്ക്ക് സ്പെഷ്യൽ. അത് പറ്റത്തില്ല, എനിക്കും വേണം. അത് അമ്മ ഒറ്റയ്ക്ക് എന്തായാലും കഴിക്കാറില്ലല്ലോ. അമ്മ ഒറ്റയ്ക്ക് എന്തായാലും കഴിക്കാറില്ലല്ലോ. മക്കൾക്കുള്ള തന്നിട്ടില്ലേ കഴിക്കും. പക്ഷെ അമ്മയ്ക്ക് രാത്രി ചോറ് വേണ്ട, അറിയാലോ. അമ്മ ചോറ് എനിക്കും വേണ്ട. അല്ലല്ല, മോൻ കഴിക്കണം. കൊച്ചുങ്ങളൊക്കെ 2 നേരം അരിയാഹാരം കഴിക്കണം എന്നാണ്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഇരുന്നതെല്ലാം കൂടെ അരിഞ്ഞ്, ശരിക്കും ഫ്രൂട്ട് സലാഡ് ഇങ്ങനെയല്ല വെക്കുന്ന. കലാപരമായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ, ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറേ ഐറ്റങ്ങളും കൂടെ വേണം. ഇപ്പം പെട്ടെന്ന് ഞാൻ എന്തായാലും ഭയങ്കര ചൂടുള്ള ഒരു ടൈമല്ലേ, അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് അരിഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കാമെന്ന് വെച്ചു. ഇവിടെ നട്ട്സ് ഐറ്റങ്ങൾ വേറെ ഒന്നുമില്ല. ബദാമും ഈ മുന്തിരിയും മാത്രമേ ഉള്ളൂ. മുന്തിരി എന്ന് പറയുമ്പോൾ അത് കുരുവില്ലാത്ത മുന്തിരിയാണ് ഫ്രൂട്ട് സലാഡിന് എടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ മുന്തിരിയുടെ കുരു ഇങ്ങനെ കഴിക്കും, അതൊരു ഡിസ്റ്റർബാണ്. അപ്പോൾ കുരുവില്ലാത്ത ഈ കറുത്ത മുന്തിരിയാണ് എപ്പോഴും നല്ലത്. ഇതിന് കുരുവില്ല. ഫ്രൂട്ട് സലാഡ് ഫസ്റ്റ് നമുക്ക് കുറച്ച് ഐസ്ക്രീം ഇടാം. ഐസ്ക്രീമൊക്കെ ദാരിദ്ര്യമാണെന്ന് വിചാരിക്കല്ലേ. അയ്യോ, എനിക്ക് കുറച്ച് മതി. അല്ല, എനിക്ക് തോനെ വേണം. അമ്മ കുറച്ച് മതി. ഐസ്ക്രീമൊക്കെ ഞാൻ കുറച്ച് ഉപയോഗിക്കത്തുള്ളൂ. ഷുഗർ ഉണ്ടായിട്ടല്ല, ഷുഗർ ആണ് സംഭവം. മധുരം കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കിട്ടുന്നുണ്ടോ കറക്റ്റായിട്ടും? ഇനി കുറച്ച് ഫ്രൂട്ട്സ് ഇടാം. ഫ്രൂട്ട്സൊക്കെ ആവശ്യം പോലെ ഇടാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫ്രൂട്ട്സും പിന്നെ കുറച്ച് ഐസ്ക്രീമാണ് ഇഷ്ടം. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ് ഫ്രൂട്ട് സലാഡ്. ഫ്രൂട്ട്സ് ഇത്ര ഇട്ടതിന് ശേഷം നമുക്കതിൻ്റെ പുറത്ത് നട്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എന്ത് നട്ട്സൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടോ അതെല്ലാം ഇടാം. പക്ഷെ ഇവിടെ ഇപ്പം ഇതേ ഉള്ളൂ. ബദാം ഒന്ന് ക്രഷ് ചെയ്തത്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുന്തിരി, കുരു ഇല്ലാത്ത മുന്തിരി തന്നെ എടുക്കണം. എന്നിട്ട് അതിന് പുറത്തേക്ക് നമുക്കൊരു കുറച്ച് ഐസ്ക്രീം, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഐസ്ക്രീമൊക്കെ എടുക്കാം. ഇതിപ്പം
ഞാൻ കുറച്ച് കഴിക്കും ഐസ്ക്രീം. ഇപ്പോൾ കുറേ നാൾ കൂടിയാണ് ഐസ്ക്രീം കഴിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഐസ്ക്രീമുമായിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ കുറച്ച് ഐസ്ക്രീം എടുത്തത് കൊണ്ടാട്ടോ, തോനെ ഐസ്ക്രീം എടുക്കുമ്പോൾ നല്ലതായിട്ട് വരും. എനിക്കിവിടെ ഐസ്ക്രീം മധുരമല്ലേ, അതുകൊണ്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല മണം. ആ ഫ്രൂട്ട്സിൻ്റെ എല്ലാം അരിഞ്ഞിങ്ങനെ വെച്ചപ്പോഴേ ആ ഫ്രൂട്ട്സിൻ്റെ എല്ലാം മണം. പൈനാപ്പിൾ ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ഏത്തയ്ക്ക, പേരയ്ക്ക, പിന്നെന്തായിരുന്നു, മാതളം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഹണി ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇരുന്നൊന്ന് സെറ്റായപ്പോൾ അതിൻ്റെ ഒരു മണം, ഫ്രൂട്ട് സലാഡിന് ഒരു പ്രത്യേക മണമുണ്ട് കേട്ടോ. സൂപ്പർ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഹരിയിലൊക്കെ തണുത്ത് റിലാക്സ് ആയിട്ട് പോയി കിടന്ന് ഉറങ്ങാം അല്ലേ. ഓക്കെ, ഗുഡ് നൈറ്റ്. നാളെ കാണാം. ബൈ.